ഇപ്പോൾ ഒരേ ആള് തന്നെയാണ് ഇഷ്കിലെ വേഷവും തല്ലുമാലയിലെ പോലീസ് ഓഫീസറിനെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ രണ്ടിലും ഈ പറഞ്ഞ പോലെ ഒരു ഇളകിയാടനുണ്ടല്ലോ. ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ അടി കഴിഞ്ഞ് ഇങ്ങനെ 360 ഡിഗ്രിയിൽ കറങ്ങുന്നത് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ അത് ഒരുപക്ഷെ ഷൈൻ കൊണ്ടുവന്ന ഇംപ്രൈസേഷൻ ആയിരിക്കണം, എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. അപ്പം അതിൽ അത് എല്ലാ കാര്യങ്ങളിലും ഷൈൻ ചെയ്യുമ്പോൾ അവര് പറഞ്ഞത് ആ അടിക്ക് ശേഷം പിന്നെ സസ്പെൻഷനാണ്. അപ്പൊ ഒരു സ്റ്റൈല് വേണമല്ലോ അതിന്. അതിനു വേണ്ടിട്ടാണ് അടിച്ച് കറങ്ങി വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണല്ലോ അതിന് കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാവുക. വെറുതെ ഒരു അടി അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ പറയുന്ന ഈ താളബോധം എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ഒരു മ്യൂസിക് വീഡിയോയിലൊക്കെ ഇദ്ദേഹത്തെ കൊണ്ട് ഫീച്ചർ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ? ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി താളബോധം പുള്ളിക്ക് ഏത് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും പുള്ളി അതിന്റെ ഒരു ഏറ്റവും നമ്മൾ പറയുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് പുള്ളിനെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തും നമ്മൾ എഴുതി വെച്ചതിനേക്കാൾ ഒരുപാട് മുകളിലാണ് പുള്ളി എപ്പോഴും നമുക്ക് പെർഫോം ചെയ്ത് തരാറ്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ചും കൂടി ഇപ്പൊ ആവേശം സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ പറയാറുണ്ടായിരുന്നു അത് ഷൈനും അതേപോലെ ചെയ്യാൻ പറ്റുന്നു. അപ്പോ നമുക്ക് അതുപോലത്തെ ഒരു പരിപാടി അതേ സെയിം അല്ലെങ്കിൽ പോലും അതെ അതെ അങ്ങനത്തെ ഒരു പരിപാടി അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇത്. ഈ റാപ്പേഴ്സിനെ കൊണ്ടുവരാം. സൂരജിന്റെ കൂടെ സുരേഷ് ഗ്രൂപ്പ് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ, അതിന്റെ കൂടെ റാപ്പേഴ്സിനെയും കൂടി റോപ്പിയ ഇംബീച്ചിയെ കൂടി കൊണ്ടുവരിക എന്നുള്ള ആ തുടക്കം തൊട്ടേ ഉണ്ട്. കാരണം നമ്മളൊരു റാപ്പ് മ്യൂസിക്കിലേക്ക് ഷൈൻ്റെ വിഷ്വൽ കൊണ്ടുവരാം എന്നുള്ള ഒരു പ്ലാനാണ് ആദ്യമേ ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യം ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് സൂരജും അവരായിരുന്നില്ല. പല മ്യൂസീഷ്യൻസ് നമ്മൾ പ്ലാൻ ചെയ്ത അവസാനമാണ് ഇമ്പച്ചിയും സൂരജും എന്നുള്ളൊരു സ്പേസിലേക്ക് എത്തിയത്. അപ്പൊ അവര് തന്ന ഔട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുകയും അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പൊ റാപ്പ് എന്ന പരിപാടി ആദ്യമേ പ്ലാനിലുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് റാപ്പാണ്. അപ്പൊ അതുകൊണ്ട് അത് പിടിച്ച് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെയും ഷൈൻ്റെ കൂടെ എല്ലാ സമയത്തും സഹചാരിയായിട്ട് അച്ഛൻ ഉണ്ടാവുമായിരുന്നു. പലപ്പോഴും നമ്മൾ പറയാമല്ലോ ഒരാളുടെ ഒരു ഗൈഡായിട്ട് ഒരാളൊപ്പം ഉണ്ടാവുക എന്നുള്ളത്. അത് ഷൈന് കുറെ കാലം അച്ഛനെ കിട്ടി, അതൊരു വലിയ ഭാഗ്യമായിട്ട് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാനെങ്കിൽ? അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഡാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡാഡിനെ കൂടുതൽ അടുത്ത് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡാഡി ഷൈൻ്റെ അടുത്ത് മാത്രമല്ല, ഷൈനെ എങ്ങനെ ഡാഡി നോക്കുന്നു അതേപോലെ ബാക്കി എല്ലാ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ നോക്കുന്ന ആളാണ് ഡാഡി. അതായത് ഇപ്പോൾ വിദേശത്തുള്ള മക്കളുടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒരേ സമയം കൃത്യമായിട്ട് നോക്കിയിരുന്ന ഒരാളാണ് ഡാഡി. പിന്നെ ഡാഡി വന്ന ശേഷം ഷൈൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഷൂട്ടിംഗ് ഡേറ്റ്, ഇപ്പോൾ ഈ ആൽബത്തിന് തന്നെ എനിക്ക് അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഒരു പാച്ച് ഷൂട്ട് ചെയ്യാനുണ്ടായ സമയത്ത് ഞാൻ പോലും അത് വിട്ടുപോയിട്ട് ഡാഡി എന്നെ ഓർമ്മപ്പെടുത്തായിരുന്നു, നീ വായോ ഇവിടെ വായോ. അന്ന് രാമേശ്വരത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ലുക്ക് മാറും, അപ്പോൾ അവിടെ വന്നിട്ട് കൃത്യമായിട്ട് എടുക്കുക എന്നൊക്കെ കൊണ്ട് ഡാഡി ഒരു കുറെ സമയം കഴിഞ്ഞപ്പോൾ ഡാഡി എല്ലാം പഠിച്ചു. പിന്നെ ഡാഡിയുടെ പ്രൊഡക്ഷന്റെ സമയത്ത് ഡാഡി പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ കൂടുതലും എന്നെയും സോഹനയായിട്ടാണ് പുള്ളി എപ്പോഴും സംസാരിക്കാറ്. ഉണ്ട്. ഡാഡി ആണ് മാനേജ് ചെയ്തിരുന്നു ഡേറ്റ്സും. അതെ പക്കാ ചാർട്ടിംഗ് ആണ്. ഡാഡി ആദ്യം മാനേജറുടെ ജോലിയും കൂടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റൊക്കെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി വളരെ നീറ്റായിട്ട് എല്ലാ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും ഡിസ്കസ് ചെയ്യും പുള്ളി. ഇപ്പൊ ഡാഡിയും മമ്മിയും അത് ഇപ്പൊ നമ്മളെടുത്തായാലും സോഹന്റെ അടുത്തായാലും അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അടുത്ത് അറിയാത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു ഡാഡി. ഇപ്പൊ എന്തൊക്കെ പുറമേ ഉള്ള കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ പുറമേ ഉള്ള ഈ മീഡിയയുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ധാരണയില്ലാതെ പലപ്പോഴും ഷൈൻ്റെ മേലെ കെട്ടി ആരോപിച്ചിരുന്ന ഇന്റർവ്യൂവിൽ കാണുന്നതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും സെറ്റിലും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഇദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, സെറ്റിൽ 100% പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷൈനെ കാണാൻ പറ്റും. ഈ ഇന്റർവ്യൂകളിൽ ഈ ഇളകിയാടലൊക്കെ കാണുന്ന സമയത്ത് അഖിലിന് ഇത് പേഴ്സണലി തോന്നിയിരുന്നോ ഈ മനുഷ്യനെ കുറച്ചും കൂടി നന്നായിട്ട് പോർട്രേ ചെയ്യാൻ ഈ മനുഷ്യനെ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരുന്നെന്ന്? തീർച്ചയായിട്ടും. നമുക്ക് ആ ഇന്റർവ്യൂ ആദ്യം നമുക്ക് ഒരുപാട് ആളുകൾ എൻജോയ് ചെയ്തിരുന്നു, ഭയങ്കര വൈറലായിരുന്നല്ലോ. ആ സമയത്തൊക്കെ നമുക്കുള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇതല്ല ഷൈൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഷൈൻ ആ രീതിയിൽ ആളുകൾ എൻജോയ് ചെയ്യുന്നത് എനിക്ക് ഒരു കാലത്തും ഇഷ്ടമായിരുന്നില്ല. പിന്നെ പുള്ളി ഇപ്പൊ തിരിച്ചു വന്ന ശേഷം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് പഴയ ഷൈനെ തിരിച്ചു കിട്ടിയെന്ന്. കാരണം നമ്മളൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ഷൈൻ ആയിരുന്നില്ല. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ ആഘോഷിക്കുന്ന അത് നമുക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓക്കെ. ഷൈൻ തെരഞ്ഞെടുത്തിട്ടുള്ള സിനിമകളുണ്ട്. അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവിൽ അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ള ഒരു രീതിയുണ്ട്. അതായത് വെറുപ്പിക്കുന്ന കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടുമല്ലോ, അത് ഇനി ആർക്കും പോവില്ലല്ലോ, കാരണം ആളുകൾ ഓൾറെഡി എന്നെ വെറുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇനി അങ്ങോട്ടേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഏത് തരത്തിലുള്ള വേഷങ്ങൾ, ഈ പറഞ്ഞ പൂർണ്ണമായി ഇളകിയാടൽ വേഷങ്ങൾ ചെയ്യണമെന്നാണോ, ഇനിയും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു സോൺ ഷൈനിലുണ്ടെന്നാണോ അഖിൽ വിചാരിക്കുന്നത്?
ഷൈൻ എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതായത് ഇപ്പോൾ പുള്ളി തല്ലുമാല, ഭീഷ്മപുരം അതുവരെയുള്ള സിനിമകൾ പുള്ളി ചെയ്ത് നിർത്തി, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 2-3 വർഷം ഉണ്ടായത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തല്ലുമാലയ്ക്ക് ശേഷമുള്ള ഒരു തുടർച്ച ഇനി ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാതരം സംവിധായകർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പുള്ളിക്ക് ചെയ്യാൻ പറ്റും. അത്തരം സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ഉള്ള ആക്ടേഴ്സിൽ ഏറ്റവും നല്ലൊരു ലൈനപ്പാണ് പുള്ളിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അനൗൺസ് ചെയ്യും. ഒരു പ്ലാൻ ബി. അതെ അതെ അതെ, ഒരു പ്ലാൻ ബി ആയിട്ട് ഈ പ്ലാൻ ബി എല്ലാ കാലത്തും ഉണ്ടോ? അതായത് പ്ലാൻ ബി നമ്മുടെ കാലിത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് പ്ലാൻ ബി. അതല്ല, എനിക്കിത് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത്രയധികം പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഏറ്റവും ഫൈൻ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസസ്, ഏറ്റവും ഫൈൻ ആയിട്ടുള്ള സംവിധായകർ, അതിൽ അമൽ നീരദുണ്ട്, അനുരാജിന്റെ ഇഷ്കുണ്ട്, പറവയുണ്ട്, ഏറ്റവും മികച്ച സിനിമകൾ, ഖാലിദ് റഹ്മാന്റെ നായകനായ സിനിമയുണ്ട്, അതുപോലെ തന്നെ തല്ലുമാല, അതിലും നായകൻ തന്നെയാണല്ലോ ഒരു തരത്തിൽ, സിനിമകളുണ്ട്. ആ സുഹൃത്തുക്കളിലുള്ള വിശ്വാസം ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ സമയത്തൊക്കെ. അത് ചിലപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കൂടിയിട്ട് വേണ്ടിയിട്ടായിരിക്കും അവരൊക്കെ വരുന്നത് ആ സമയങ്ങളിൽ. ഓക്കെ, നമ്മുടെ കൂടെ നിന്നിട്ട് ആശ്വസിപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല എന്നുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതും മാത്രമല്ല, നമുക്ക് വേണ്ട സമയങ്ങളിൽ നമ്മളെ അവര് പടത്തിലേക്ക് വിളിക്കുകയും നല്ല ക്യാരക്ടർ തരികയും ചെയ്യുന്നതും കൂടി സപ്പോർട്ടാണ്. അത് വലിയ സപ്പോർട്ടാണ്. അത് അവര് എല്ലാവരും അതാത് സമയങ്ങളിൽ ചെയ്യാറുണ്ട്. ഷൈൻ പലപ്പോഴും ഈ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സുഹൃത്തിനോടെ ചോദിക്കാൻ പറ്റൂ. ഞാൻ വളരെ സെൽഫിഷായ ഒരു മനുഷ്യനാണ്, എനിക്ക് നല്ലൊരു മകനല്ല, ഞാൻ നല്ലൊരു അച്ഛനല്ല, ഞാൻ നല്ലൊരു സഹോദരനല്ല എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കൂട്ടുകാരനല്ലേ അദ്ദേഹം? തീർച്ചയായിട്ടും പുള്ളി നല്ലൊരു കൂട്ടുകാരനുമാണ്, നല്ലൊരു മകനുമാണ്, നല്ലൊരു സഹോദരനൊക്കെയാണ്. പക്ഷെ പുള്ളിയുടെ പോയിന്റില് അതൊന്നും അങ്ങനെയല്ല. അതിലും നല്ല ആളുകളെ ഞാൻ കാണാറുണ്ട്. ആ ഒരു തോട്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും. കാരണം ഞാൻ വിവാഹ ജീവിതത്തിൽ ഫെയിലിയർ ആണ്. അച്ഛനും അമ്മേനും സമാധാനത്തിൽ വളരെയധികം അസമാധാനത്തിൽ നയിച്ചിട്ടുള്ളത്. അനിയൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അനിയത്തിമാർക്കുണ്ടായിട്ടുണ്ട്, സുഹൃത്തുക്കളൊക്കെ കുരിശിൽ കയറിയിട്ടുണ്ട്. മനസ്സിലായ യാതൊരു ഇപ്പൊ ഞാനുമായി അസോസിയേറ്റ് ചെയ്യുന്ന പടങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ആക്ടേഴ്സിനും അതിന്റെ ടെക്നീഷ്യൻസിന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഞാൻ കാരണം. അപ്പോ എപ്പോഴും അത് ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ നല്ലതല്ല എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സെൽഫ് ലവ് വേണ്ടേ ഷൈൻ? സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. സെൽഫ് ലവ് കാരണം ഫൈൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ സ്നേഹിച്ചേ പറ്റൂ. നമ്മളെ എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മൾ പ്രശ്നമാണെന്ന് തിരിച്ചറിയണം. എന്നാലേ നമുക്ക് അതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർക്കല്ലേ രോഗിയെ കൊണ്ട് ആവശ്യം, രോഗിക്ക് ഡോക്ടറെ കൊണ്ട് ആവശ്യം. അപ്പൊ ഡോക്ടർ ആവണമെങ്കിൽ രോഗം ഉണ്ടാവണം. രോഗം ഉണ്ടെങ്കിലാണ് ഡോക്ടർക്കും കാര്യമുള്ളൂ, ഡോക്ടറും ഉണ്ടാവുന്നുള്ളൂ. അതേപോലെ നമുക്ക് നല്ലതാവണമെങ്കിൽ നമ്മളിൽ മോശം നമുക്ക് കണ്ടെത്തണം, നമ്മൾ മോശമാണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഫൈൻ ആവാൻ പറ്റുള്ളൂ. സ്വയം വിമർശനം. നമ്മള് നല്ലതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഇരിക്കാൻ പറ്റൂ. അതിന് മുകളിലേക്ക് കടക്കാൻ പറ്റില്ല. നമുക്ക് അതും പൊളിച്ച് പുറത്തേക്ക് വരണം, മുന്നോട്ട് വരണം. മനസ്സിലായ? നമ്മൾ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി നമ്മൾ കംഫർട്ട് സ്പേസിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തീരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ അതിന് ബ്രേക്ക് ചെയ്യണം. നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അത് ശരിയല്ല, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത നമുക്ക് പുതിയൊരു നല്ലതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അഖിൽ, ഇപ്പോൾ സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഇതിനെ ഇപ്പോൾ നമ്മളൊക്കെ വിമർശിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകരൊക്കെ വിമർശിക്കുന്ന സമയത്ത് ഇപ്പോൾ ഷൈൻ്റെ അഭിനയത്തിലൊരു റിപ്പീറ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ ഡയലോഗുകൾ വ്യക്തമാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് തർക്കിച്ചിരുന്ന ഒരു ഷൈനെ നമുക്കറിയാം. പക്ഷെ കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ആ റിപ്പീറ്റേഷൻ ഫീൽ ചെയ്തൊരു സമയം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ. ഇത് പറയുമ്പോ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമ്മളങ്ങനെ മുഖത്തടിച്ച പോലെ പറയാറില്ല. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പൊ പുള്ളി അതിന് ആ രീതിയിൽ തർക്കമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമുക്ക് ആ സിറ്റുവേഷൻ ചില രീതിയിലൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് അങ്ങനെ പറയാറില്ല. എന്നാലും അത് ശരിയാക്കേണ്ടതാണെന്നുള്ളത് എപ്പോഴും തോന്നാറുണ്ട്. ഈ പാട്ട് പാടുന്ന ഒരു ഷൈനെ ആലോചിച്ചിട്ടുണ്ടോ? പാട്ട് പാടുന്ന കണ്ടിട്ടുണ്ട്. ഷൈൻ എപ്പോഴും പാട്ട് പാടുന്ന ഒരാളാണ്. ഒരു പാട്ട് പാടാൻ ഒരു 30 പാട്ടെങ്കിലും ഞാൻ പാടും. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോ പുള്ളി പാട്ടൊക്കെ പാടും. പാട്ടൊക്കെ പാടാറുണ്ട്. പുള്ളി സിനിമയിലും പാടിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവില്ല? ഞാൻ കേട്ടിട്ടില്ല. റിലീസായിട്ടില്ല പടം. പാട്ട് റിലീസായിട്ട് കൊച്ചിയാം എന്നൊരു പാട്ടാ. അപ്പോ ഇനി മുമ്പോട്ട് പോകുമ്പോ പടങ്ങളൊക്കെ ചെയ്യുമ്പോ എന്തായാലും ഒരു പാട്ട് ഷൈനെ കൊണ്ട് പാടിപ്പിക്കണം എന്തായാലും. ഷൈൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ടർ പെർസ്പെക്റ്റീവില് ഒരു ഏരിയ എന്താണെന്നാണ് അഖിൽ വിചാരിക്കുന്നത്?
ഷൈൻ നന്നായി ഇമോഷൻസ് ഇത്രയും ഇമോഷൻസും ചെയ്യാൻ കഴിവുള്ള ഒരു ആക്ടറാണ്. ഇപ്പോൾ തല്ലുമാലയിൽ ഇയാള് അവരുടെ ഈ പിള്ളേരെ കുറിച്ചിട്ട് ബിനു ബാപ്പുവിന്റെ അടുത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതെ അതെ, എന്താണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ള മോട്ടീവ് പറയുന്നത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ സീൻസ് ഒക്കെ ഷൈനിന്ന് കാണാൻ ഭയങ്കരമായിട്ട്, അങ്ങനത്തെ കഥാപാത്രങ്ങൾ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറാണ്. ഗാംഗ്ബിൽ ഷൈൻ്റെ ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഇല്ല, ഫൈറ്റ് ഉണ്ട്. മ്യൂസിക് വീഡിയോ ആണെങ്കിലും ഫൈറ്റ് ആണ്. ഡാൻസ് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു കഥയിലേക്ക് അത് മാച്ച് ആവില്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മുതൽ ഭരതനാട്യം എല്ലാ പരിപാടി. ഞാൻ ഡാൻസ് പാർട്ടി എന്നുള്ള സിനിമയുടെ ഒരു ക്ലിപ്പ് കണ്ടു. അപ്പൊ എല്ലാവരും അതില് ഷൈൻ ഡാൻസ് ചെയ്യാൻ പോകുന്നു ഒരു സീൻ ബിൽഡപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ ഈ ആളുകളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഷൈൻ ഇത് മോശമാക്കും, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാന്ന്. പക്ഷെ ഷൈൻ അത് വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. അത് വല്ലാതെ സർപ്രൈസ് ആയിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച മാഷ് അപ്പന്നെ വിളിക്കുന്നത്. മാഷ് മരിച്ചു, രാജമാഷ് എന്നാണ് പേര്. പിന്നെ ബാലമാഷ് എന്ന് പറഞ്ഞൊരു മാഷും പഠിപ്പിച്ചു. ഞാൻ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കാം. അന്ന് സ്കൂൾ കലോത്സവങ്ങൾ വഴിയേ സിനിമയിൽ കയറാൻ പറ്റുള്ളൂ. വിനീതും മോനിഷയും മഞ്ജു വാര്യറും എല്ലാവരും. അപ്പൊ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മള് യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കണം. യുവജനോത്സവങ്ങളിൽ പങ്കെടുത്താൽ പോലെ കലാപ്രതിഭയോ കലാതിലകോ ആവണം. കലാപ്രതിഭ ആവാൻ പറ്റുള്ളൂ. അപ്പൊ കലാപ്രതിഭ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡാൻസ് ഇനത്തിലും കൂടി സമ്മാനം കിട്ടണം. അപ്പൊ മോണാക്ടും കഥാപ്രസംഗം ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഡാൻസ് എന്തെങ്കിലും കളിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് 4ാം ക്ലാസ് മുതൽ അഭ്യസിച്ചതാണ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. ഡാൻസ് ചെയ്യുന്ന ഒരു ഷൈനെ ഏതെങ്കിലും മ്യൂസിക് വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള സ്കോപ്പ് ഉണ്ടോ? അതല്ല പറഞ്ഞു മൈക്കിൾ ജാക്സന്റെ മ്യൂസിക് വീഡിയോയിലല്ല, പടം ചെയ്യുന്ന സമയത്ത് പാട്ടും ഫൈറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഭീഷ്മപർവ്വത്തിൽ അങ്ങനെ ഒടിഞ്ഞു വരുന്നില്ലേ? അതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചത് കൊണ്ടല്ലേ. അതേപോലെ തല്ലുമല ഡാൻസ്. ഒരു അഭിനേതാവിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ താളലയങ്ങളാണ് വേണ്ടത്. അതായത് സംഗീതവും പാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലവർക്ക് ജന്മനാ കിട്ടും, ചിലവർ അഭ്യസിച്ച് നേടും. ഈ അഭിനയത്തിന് വേണ്ട 2 ഉപകാരപ്പെടുന്ന 2 കലകൾ. ബാക്കി ഒരുപാട് കലകളുണ്ട്, പക്ഷെ ഇതാണ് ബേസ് ആയിട്ട് വേണ്ടത്. അതുകൊണ്ട് നൃത്തം അറിയുകയാണെങ്കിൽ കുറച്ച് ഉപകാരം ഉണ്ടാവും. പക്ഷെ മമ്മൂക്കാനെ പോലത്തെ ഒരു ആക്ടർക്ക് അത് അധികം വഴങ്ങാതെ കൂടി, പക്ഷെ അദ്ദേഹം നല്ലൊരു മികച്ച അഭിനേതാവ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. ഈ ഒരു പ്രോസസ്സിന് അത്രയും ട്രെയിൻ ചെയ്ത് മൂവി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണല്ലോ. പല പല ഭാഗങ്ങൾ പല സമയത്ത് ഷൂട്ട് ചെയ്ത് വളരെ വ്യക്തമായി കറക്റ്റായി കണ്ടിന്യൂറ്റിയിൽ താങ്കൾ മികച്ച നടന്മാരാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് മേക്ക് ബിലീഫ്. അതില് അഗ്രഗണ്യനാണ് ഇവര്, ഈ മികച്ച അഭിനേതാക്കൾ, സിനിമയിലെ അഭിനേതാക്കൾ. ചിലപ്പോ നാടകത്തിൽ അതിലും മികച്ചവരുണ്ടായിരിക്കാം, കഥകളിയിൽ അതിലും മികച്ചവരുണ്ടായിരിക്കാം. പക്ഷെ സിനിമയില് അത് പല പല ഷോട്ടുകളിലൂടെ കണ്ടിന്യൂറ്റി തെറ്റാതെ താങ്കൾ മികച്ച അഭിനേതാക്കളാണെന്ന് മേക്ക് ബിലീഫ് ചെയ്യിപ്പിക്കും. അതൊരു എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കുന്നു. അപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മമ്മൂക്കയ്ക്ക് ഇങ്ങോട്ടേക്ക് ഷൈനിന് വല്ലാത്തൊരു കൺസേൺ ഉണ്ട്. മെസ്സേജുകൾ അയക്കുന്നു, വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു. ഇത് ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ മമ്മൂക്കനേക്കാൾ കൂടുതൽ മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ എനിക്ക് ദുൽഖറിനോടുള്ള ഇഷ്ടമൊക്കെ അങ്ങനെയാ കൂടുതൽ ഉണ്ടാവുന്നത്. മനസ്സിലായ? ഞാൻ ഇപ്പോ അതെന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അത് മമ്മൂക്കയ്ക്ക് മാത്രമല്ല, മമ്മൂക്കയെ ചുറ്റുമുള്ളവരും മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാനത് തിരിച്ചു കൊടുക്കണം. എപ്പോഴാണ് മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്യുന്നത്? മ്യൂസിക് വീഡിയോ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അടുത്ത മാസം 2-ാം തീയതി റിലീസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ്. ഈ മാസം 25-ാം തീയതിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ കുറച്ച് വർക്കുകളും കൂടിയും കഴിയാനുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ചെറിയൊരു ആൽബം അതന്നെ പുള്ളി മിനുക്കി അത് വർക്കിൽ ട്രിപ്പ് ചെയ്യാണ് പുള്ളി. ഈ പുള്ളി ഒരു സെക്കൻഡ് പോലും സിഗരറ്റ് വലിക്കാൻ പോലും പോവില്ല, സിഗരറ്റ് വലി പോലും ഇല്ല. അങ്ങനത്തെ ഒരാളെ ഞാൻ പറയും, എന്താണ് നിനക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നുന്നില്ലേ? ഞങ്ങളുടെ കൂടെ നടന്നു. ഇപ്പോഴല്ല, മുന്നേ ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം അങ്ങനെയും പറ്റും, സിനിമ ലഹരിയാക്കി വെക്കാനും പറ്റും. അങ്ങനെയല്ല, എന്നാലും ഈ വക ഒരു വലി പോലും വലിക്കാതെ എങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത് എനിക്കത് അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്ന് മനസ്സിലായ പറ്റും. എങ്ങനെയുണ്ട് ഷൈൻ്റെ ഇതുവരെയുള്ള ജേണി? ഈ ഒരു ഡ്രഗ് ഫേസിനെതിരെ പോരാടുന്ന, പുഷ് ചെയ്യുന്ന, സ്വയം നിയന്ത്രിക്കുന്ന ഷൈനെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത് ഡാഡിയും മമ്മിയും ഒരുപാടായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഷൈൻ്റെ ഈ മാറ്റം. ആ മാറ്റം പൂർണ്ണമായി കണ്ട ശേഷമാണ് ഡാഡി മടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പുള്ളിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഡാഡി നഷ്ടപ്പെട്ടതല്ല, ഷൈൻ്റെ പൂർണ്ണമായ മാറ്റം കണ്ട് ഞങ്ങളോടൊക്കെ ഡാഡി സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഡാഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് ഈ മാറ്റത്തിൽ. ദൈവവിശ്വാസം കൂടിയോ? ദൈവവിശ്വാസം അല്ലെങ്കിലും ഉണ്ടല്ലോ.
അല്ലാതെ പിന്നെ എങ്ങനെയാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിശ്വാസം എന്ന് പറയുന്നതാണ് ഉണ്ട്, അത് ഇപ്പൊ എല്ലാ കാലത്തും ഉണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. അത് അമ്മയും അച്ഛനും പറഞ്ഞു തന്നിട്ടുള്ള വിശ്വാസങ്ങൾ. വിശ്വാസം ഇല്ലാതെ ഒരാൾക്ക് മുന്നേറാൻ പറ്റില്ല. ആ ആ കാരണം നമ്മളെ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ വിശ്വാസത്തിലാണ് മുന്നേറുന്നത്. കുറച്ചുകൂടി കൂടുതൽ സ്പിരിച്വൽ ആവുക അങ്ങനെയൊന്നും. സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മതങ്ങൾക്ക് പുറത്തു കടന്നാലാണ് നമുക്ക് ദൈവങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നാ മതങ്ങളിലൂടെ അത് സാധിക്കുകയും ചെയ്യുള്ളൂ. നമ്മൾ പറയുന്ന എല്ലാവരും തമ്മിലുള്ള എതിർപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ചിത്രങ്ങളിൽ ഒതുങ്ങുന്നതല്ല ദൈവം. ഈ ചിത്രങ്ങളിൽ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ദൈവങ്ങളെക്കാൾ ഉപരിയാണ് ശരിക്കുമുള്ള ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവം. അത് പ്രഹ്ലാദരൻ പറയുന്ന പോലെ തൂണിലും തുരുമ്പിലും ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ നിർവചിക്കാൻ പറ്റില്ല അത് എന്തായിരിക്കും അവസ്ഥ. ക്രിസ്തു പറയുന്നു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണെന്ന്. അതായത് നമ്മളെല്ലാം ഒന്നാണ്, ഒരു ഒന്നിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല നമ്മുടെ ബോഡി വെച്ചിട്ട്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഞാൻ തനി സ്വരൂപം കണ്ടപ്പോ അർജുനൻ മുട്ടൂത്തി നിന്നുപോയി എന്നാ പറയണത് ശ്രീകൃഷ്ണന്റെ, അല്ലേ? അപ്പൊ ആ രൂപം അത് എന്തായിരിക്കും? അതിനെ നമുക്ക് ഒരിക്കലും ഒരു ചിത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്നതല്ല. ഇത്രയും വായനയുള്ള ഒരാളായിരുന്നു. അല്ല, ഇതൊന്നും വായിച്ചിട്ട് വരുന്നതല്ല. നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മള് ചുറ്റുമുള്ള ആളുകൾ വായിക്കുന്നവരും ഇത്രയും സംസാരിക്കുന്നവരും ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ അത് ആലോചിച്ച് നമ്മളൊരു പോയിന്റിലേക്ക് എത്തും. ഇതിലും അപ്പുറത്തേക്ക് ചിന്തിക്കണം. ഇത് അങ്ങനെയല്ല എന്ന് വാദിക്കണം. എന്നാലേ പുതിയ ചിന്തകൾ ഉണ്ടാവുള്ളൂ. ചിന്താ സ്വാതന്ത്ര്യം. ഷൈൻ എന്നുള്ള മനുഷ്യന് ചിലപ്പോൾ പല അവസരങ്ങളിൽ പൊതുസമൂഹമൊക്കെ ചില ഏരിയകളിലൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അയാളുടെ നടനെ ഒരു കാരണവശാലും ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന്റെ മറ്റൊരു പതിപ്പ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു എഡിഷൻ ആവട്ടെ, ഇനി ഒരു തുടക്കമാവട്ടെ ഗാങ് ബി എന്നുള്ള മ്യൂസിക്കൽ ആൽബം. അതാണ് പ്ലാൻ ബി. യെസ്, ഗാങ് ബി ഒരു പ്ലാൻ ബി ആവട്ടെ. ഇനി പ്രതീക്ഷയുണ്ട് ഒരുപാട് നല്ല വേഷങ്ങളിലേക്ക്. കുറെ കൂടി ഷൈൻ്റെ വാക്കുകളിൽ വേട്ടക്കാരനെ പോലെ ഉണ്ടോ മീശയിൽ? യെസ്, ശരിക്കും ഈ ഉണ്ടകളെ മറ്റേ ഈ ഗൺസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ടകളെ പറ്റി പറയുന്നത്, ഓരോ മൃഗത്തിനെയും വേട്ടയാടുമ്പോൾ അയക്കുണ്ടായിരുന്ന ഒരു അഡ്രിനാലിൻ ഉണ്ടല്ലോ. ഓരോ കഥയും അവരോടത്ത് പോയി പറയുമ്പോൾ ഇന്ന ആൾ ഇന്ന പോലെ ചെയ്തത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ സൗണ്ട് ഡിസൈൻ ഒക്കെ ഭയങ്കര പക്കയാണ്. അതിനടുത്ത് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. ഇതിലും നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഗാങ് ബി. അതിങ്ങനെ ഒറ്റ കൈ കൊണ്ട് അടിക്കണം. ബിഗ് ബിയിലെ മമ്മൂക്ക അതല്ല, അതിന്റെ വലുത്. ഇപ്പൊ അങ്ങനത്തെ ഗൺസ് ആണല്ലോ ഫാഷൻ അല്ലേ എല്ലാ പടത്തിലും. ഞാൻ അനിമലെ കണ്ടപ്പോ ഗണ്ണിന്റെ പേരുമഴയാണ് കാണുമ്പോ തന്നെ. ഞാൻ റൈഫിൾ ക്ലബിൽ ചേരാനൊക്കെ പോയതാ. അപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത്. കാരണം എനിക്ക് ഗെയിംസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണല്ലോ ഫുൾ ടൈം. അപ്പൊ ടെന്നീസ് കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോ ഡാഡിയും മമ്മി പിന്നാലെ വരും ജോഗുണ്ണു. അപ്പൊ റൈഫിൾ ക്ലബിലും കൂടി ചേരാനുണ്ടായിരുന്നു. കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടേ, മൈൻഡിനെ എൻഗേജ്ഡ് ആക്കാൻ, ഫോക്കസ്ഡ് ആവാൻ നല്ലതാ റൈഫിൾ ക്ലബ്. ഇനി ഉള്ള മികച്ച ഷൈനിങ് ആയിട്ടുള്ള പെർഫോമൻസിന് വെയിറ്റ് ചെയ്യുന്നു. രണ്ടുപേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. ഗാങ് ബി അടുത്ത മാസം. അത് വലിയ കണ്ണ. ഗാങ് ബിനെ കുറിച്ച് പറയുമ്പോൾ ഇത് മലയാളത്തിലൊരു വലിയ ബഡ്ജറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് വീഡിയോ ആണ്. ഷർഫുഖന്റെ ഷർഫുഖയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് ആ മ്യൂസിക് കമ്പനിയാണ് നമുക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് തരുന്നത്. അപ്പോ എന്തായാലും 2-ാം തീയതി ഇറങ്ങും. സപ്പോർട്ട് ചെയ്യും. യെസ്, ഡെഫിനറ്റ്ലി ആളുകൾ കാണട്ടെ. ആളുകൾ അതൊക്കെ എഴുതി വെച്ചൊക്കെ കഴിഞ്ഞു. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.